കർഷകർത്തനൈക്യകാഹളം ഹരിതധവളവർണ്ണമാർന്നൊരി പതാകമാം ഒരുമയോടെ പിന്തുടരാം ചേർന്നു പാടിടാം. ഇൻഫാം ഇതു ജനപദങ്ങളെ തെടുത്ത നാമം. ഇൻഫാം ഇതു കർഷകർക്കുളത്തു പാട്ടിനീണം. വയലേലകളിൽ പൊരിവെയിലെത്തും മാമരനാട്ടിൽ പെരുമഴയെത്തും ചുടുചോരവിയപ്പാക്കി പണിയെടുക്കും ഈ മക്കൾ അമ്മയാ ഭൂമി തൻ കാവലാളുകൾ. ഇൻഫാം ഇതു ജനപദങ്ങളെ തെടുത്ത നാമം. ഇൻഫാം ഇതു കർഷകർക്കുളത്തു പാട്ടിനീണം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഇടുക്കി കാർഷിക ജില്ലയിൽ ഇൻഫാം സജീവമായിട്ട് പ്രവർത്തിക്കണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാ ഇടവകളിലും ഒരു ഗ്രാമസമിതി വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഉപ്പുതോട് പള്ളിയിലായിരുന്നു ഇടുക്കി കാർഷിക ജില്ലയിലെ ആദ്യത്തെ ഗ്രാമസമിതി ഉദ്ഘാടനം ചെയ്ത്. ഇന്ന് തോപ്രാംകുടിയിലും മൂന്നാമതായിട്ട് രാജമുടിയിലും. ഏറ്റവും ആദ്യം ഇൻഫാമിൻ്റെ ഗ്രാമസമിതികൾ രൂപീകരിച്ച ഇടവകയിൽപ്പെട്ടതാണ് രാജമുടി എന്ന് നമുക്ക് അഭിമാനിക്കാം. ഇൻഫാമിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്നുണ്ട്. മറ്റ് സംഘടനകളിലൊക്കെ ചേരുന്നവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് കൊടുക്കുന്ന പോലെ നമുക്കും ഉണ്ട്. പക്ഷേ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു കുടുംബത്തിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് മാത്രമാണ് കൊടുക്കുന്നത്. ആ ഒരാൾ മെമ്പർ ആകുന്നതോടുകൂടി ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും നമ്മൾ ഇൻഫാമിലെ അംഗങ്ങളാക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ഇൻഫാമിലെ കർഷകരുടെ കുട്ടികൾക്ക് SSLC +2 നല്ല മാർക്ക് കിട്ടുമ്പോൾ, ഫുൾ A+ ഒക്കെ കിട്ടുമ്പോൾ അവാർഡുകൾ കൊടുക്കുവാനായിട്ടും, അതുപോലെ 75 വയസ്സ് പൂർത്തിയായ കർഷകരെ ആദരിക്കാനും ഒക്കെയുള്ള ഓരോ ക്രമീകരണങ്ങൾ ഇൻഫാം കാഞ്ഞിരപ്പള്ളി ചെയ്യുന്നുണ്ട്. സാധാരണഗതിയിൽ ഇൻഫാം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് വളങ്ങളൊക്കെ സബ്സിഡി ഇറക്കി കൊടുക്കുന്നതും, ഭക്ഷ്യോൽപ്പന്നങ്ങൾക്കൊക്കെ താങ്ങുവില പ്രഖ്യാപിച്ച് വില ഇടിവുണ്ടാകുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ കളക്ട് ചെയ്യുന്നതുമായിട്ടുള്ളൊരു സംവിധാനമൊക്കെയാണ് ഇൻഫാമിനെ കുറിച്ച് പൊതുവെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇൻഫാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ഇൻഫാമിൽ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കുട്ടികളുടെ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ പ്രായം ചെന്ന് കർഷകരെ ആദരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഇൻഫാമിൻ്റെ രൂപത ഡയറക്ടറായിട്ട് കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് നിയമിച്ചിട്ടുള്ള ജോൺ കല്ലൂരച്ചനാണ് ഉദ്ഘാടകനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇൻഫാമിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ, ഇടുക്കി കാർഷിക ജില്ലയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അച്ഛൻ ആധികാരികമായിട്ട് ഇവിടെ പറയും. ഈ സമ്മേളനത്തിലേക്ക് അച്ഛനെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനാണ്. അച്ഛനായിരുന്നു മുൻപ് നമ്മുടെ രൂപതയുടെ ഇൻഫാം ഡയറക്ടർ. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു മേഖലാ ഡയറക്ടറുണ്ട്. നമ്മുടെ വാത്തിക്കുടി പള്ളിയിലെ വികാരിയച്ഛനായിട്ടുള്ള ജീൻസ് കാരക്കേട്ടച്ചനാണ് നമ്മുടെ മേഖലയുടെ ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. പക്ഷെ അച്ഛൻ ഇന്നെന്തോ മറ്റു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല. അച്ഛനെ ഈ സമയത്ത് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇതിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും ഒരു വട്ടം കൂടി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. ഇന്ന് ഇവിടെ ഇൻഫാം ഒരിക്കൽ കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇൻഫാം ഏറെ പ്രചാരമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് രാജമുടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജമുടി മുരിക്കാശ്ശേരി കേന്ദ്രീകരിച്ച് വടക്കേമുറിയച്ചൻ ഒത്തിരിയേറെ പ്രവർത്തനം കാഴ്ചവെക്കുകയും ഇവിടെയുള്ള മിക്കവാറും ആളുകളെല്ലാം വടക്കേമുറിയച്ചനെ അറിയുകയും ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. വടക്കേമുറിയച്ചനാണ് നമ്മുടെ കൊക്കോ സംഭരണം തുടങ്ങിയത്, കൊക്കോ ഉണങ്ങി ശേഖരിക്കാൻ തുടങ്ങിയത്. നേരത്തെ കർഷകർക്ക് കൊക്കോ ഉണങ്ങുന്ന ടെക്നോളജിയൊന്നും അവർ ചെയ്തിരുന്നില്ല, പച്ചയ്ക്ക് വിൽക്കുക മാത്രമായിരുന്നു. എന്നാൽ അത് ഉണങ്ങി വിറ്റാൽ കൂടുതൽ വില കിട്ടും എന്ന് പറയുകയും ആ വില ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ ഇവിടെ കളക്ഷൻ സെൻറ്റർ തുറക്കുകയും മുരിക്കാശ്ശേരിയിൽ നിന്നും ഗുജറാത്തിലേക്ക് ഒരു ലോഡ് കൊക്കോ പരിപ്പ് കയറ്റി അയക്കുകയും ഒക്കെ ചെയ്തത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്.
കർഷകർക്ക് വേണ്ടി, കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി അച്ഛൻ ഒത്തിരിയേറെ പ്രവർത്തനം കാഴ്ചവെച്ചതിൽ ചിലതാണതെല്ലാം. ഇൻഫാം അങ്ങനെയാണ് അച്ഛൻ്റെ തലയിൽ ഉദിച്ചത്. കർഷകരെ സംഘടിപ്പിക്കേണ്ടതാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുമാണ്. കർഷകരെ സംഘടിപ്പിക്കേണ്ടതാണ്, പക്ഷേ കർഷകർക്ക് സംഘടനാ വീര്യമില്ല, സംഘടിച്ച് നിൽക്കുകയുമില്ല. അവർ റബ്ബറിൻ്റെ വില കുറഞ്ഞ കാലത്താണ് ഇൻഫാം കാഞ്ഞിരപ്പള്ളിയിലൊക്കെ നന്നായി പ്രവർത്തിച്ചു തുടങ്ങിയത്. റബ്ബറിന് പിന്നെ ഇച്ചിരി വിലയൊക്കെ ആയപ്പോൾ കർഷകർ പിന്നെ അത്തരം സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി വീണ്ടും കൃഷിയിലോട്ട് പോയി. നമ്മൾ പൊതുവേ കൃഷിത്തോട്ടത്തിൽ നിന്ന് പുറത്തിറങ്ങി സംഘടിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ ചൂഷണം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് കർഷകർ. കർഷകർക്ക് വേണ്ടി ഒത്തിരി ഡിപ്പാർട്ട്മെൻറ്റുകളും ഒത്തിരി ബോർഡുകളും എല്ലാം ഉണ്ട്. ഈ ബോർഡും ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തുടങ്ങിയുള്ള എല്ലാം തന്നെ കർഷകർക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. എത്രയോ കാര്യങ്ങളാണ് സർക്കാർ വിഭാവന ചെയ്ത് ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചേക്കുന്നത് നമുക്കറിയാം. വല്ലപ്പോഴും കൃഷി ഓഫീസിൽ നിന്നും ഏതാനും തൈകളുടെ വിതരണമല്ലാതെ കാർഷിക സംബന്ധമായിട്ടൊന്നും തന്നെ നടക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർ നിരവധി ഉണ്ട് താനും. എന്തെങ്കിലും ഒരു ഫാം കാണാൻ പോകാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ മുടിഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒന്നും തന്നെ നന്നായിട്ടില്ല. നമ്മുടെ അടുത്തുള്ള ഒരു കൃഷി ഫാം നമുക്കറിയാം, നേരിമംഗലത്താണ്. അവിടെ കുരുമുളക് വള്ളിയുടെയോ തെങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പല വൃക്ഷങ്ങളുടെയോ ഒക്കെ തോട്ടങ്ങൾ പേരുണ്ടെങ്കിലും കശുമാവും മംഗോസ്റ്റിനും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ചെല്ലുമ്പോൾ ആ മരങ്ങളിലൊന്നും കായുമില്ല, അല്ലെങ്കിൽ മരങ്ങൾ തന്നെ വളരെ മോശമായിട്ട് നിൽക്കുക, നോക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം മാത്രം കിട്ടിയാൽ മതി, അത് ഉറപ്പായാൽ പിന്നെ യൂണിയൻ ഉണ്ടാക്കി അവർ പിന്നെ ഒന്നും പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് കർഷകർക്ക് വലിയ ഗുണമൊന്നും കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കർഷകർ ഒന്നിച്ചു നിന്ന് അതിനെതിരായിട്ടൊന്നും പോരാടുകയോ അവരെ ബോധവൽക്കരിക്കുകയോ ഒന്നും ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. കർഷകർ സമാധാനമായിട്ട് കുടുംബത്തിൽ അവന് കിട്ടുന്നതൊക്കെ നട്ടും പറിച്ചുമൊക്കെ ആയിട്ടങ്ങ് ജീവിക്കും. വലിയധികം വരുമാനമൊന്നും കർഷകനില്ല. അറ്റപ്പറ്റേ അവനൊക്കെ ജീവിച്ചു പോകാനുള്ളതേ കിട്ടുള്ളൂ. പുറത്തേക്ക് നോക്കുമ്പോൾ ശമ്പളക്കാർക്ക് ഉണ്ടാവുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ബിസിനസ്സുകാർക്കുണ്ടാവുന്നത് പോലെയുള്ള സാമ്പത്തിക പുരോഗതിയൊന്നും കർഷകനുണ്ടാവുന്നില്ല. കർഷകൻ ആ പരിമിതമായ വരവ് കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. കുരുമുളക് കൃഷി ചെയ്താൽ വർഷത്തിൽ ഒരിക്കൽ ഒരു ഈൽഡുണ്ടാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് കീടബാധയുണ്ടാവും, കേടുവരും, ചിലപ്പോൾ അത് മുഴുവൻ നശിച്ചു പോകും. മറ്റെല്ലാ കൃഷികളും അങ്ങനെയാണ്. മനുഷ്യന് ആശ്രയിക്കാവുന്ന വിധത്തിൽ നമുക്ക് ഒരു കൃഷി ഇപ്പോൾ ചെയ്യത്തില്ല ഇടുക്കി ജില്ലയിൽ. ഇനി എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ചാൽ വിലയും കിട്ടത്തില്ല. കുറച്ച് ഏത്തവാഴ നടാം എന്ന് വിചാരിച്ച് നട്ടുറപ്പിച്ച് വിളവെടുക്കുന്ന സമയം വരുമ്പോൾ അതിന് വിലയില്ല. തമിഴ്നാട്ടിൽ നിന്ന് കാര്യങ്ങൾ ഇറക്കും. തമിഴ്നാട്ടിലെ സാധനങ്ങൾ കടകൾ തോറും കൊണ്ടുവന്ന് അവർ വിൽക്കുകയും ചെയ്യും, വില കുറച്ചുമൊക്കെ. നമുക്ക് അതിനോട് മത്സരിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ഇനി കോഴിക്കൃഷി ചെയ്യാം, പശു വളർത്താം എന്നൊക്കെ വിചാരിച്ച് കർഷകൻ ഇറങ്ങിയാലും അതിനൊന്നും അവന് എൻ്റെ ബുദ്ധിമുട്ടിന് പ്രതിഫലം ലഭിക്കുന്നില്ല. അതൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഒത്തിരി പേര് കാർഷിക മേഖലയിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞു പോയി. കൃഷിഭൂമികളെല്ലാം കാട് കയറി കിടക്കുന്നൊരു കാഴ്ച ഇപ്പോൾ ഇടുക്കിയിൽ എല്ലായിടത്തും കാണാൻ പറ്റും. അതുപോലെ തന്നെ പശു വളർത്തലുകൾ അവസാനിപ്പിച്ചു. കോഴി വളർത്തലുകൾ ഇപ്പോൾ ആർക്കുമില്ല. മുയലും അതുപോലുള്ള ജീവികളെയൊക്കെ ആരും തന്നെ അധികം വളർത്തുന്നില്ലാതെയായി. കാരണം അതിൽ നിന്നൊന്നും ഒരു റിട്ടേണും കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുകളാണ് അധികവും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി നമ്മൾ മക്കൾക്ക് എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റി അങ്ങ് ജീവിക്കുക എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആദ്യമാണെങ്കിൽ ഈ കുറച്ച് 1-2 വർഷങ്ങളായിട്ട് അതിൽ കായിടുന്നില്ല. കമുക് നട്ടത് മുഴുവൻ പോയി, തെങ്ങ് നട്ടത് മുഴുവൻ പോയി. ഇതൊക്കെ പോകുമ്പോൾ അഗ്രികൾച്ചർ ഓഫീസിൽ ഒത്തിരി റിസർച്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരൊന്നും അതെന്തുകൊണ്ട് പോയി എന്ന് കർഷകനെ പഠിപ്പിക്കുകയോ അതിനൊരു പ്രതിവിധി പറഞ്ഞു തരികയോ ചെയ്യുന്നില്ല. വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ഇടുക്കി എന്നല്ല, കേരളത്തിൽ മുഴുവനും. മറ്റു നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോയാൽ ഇതെല്ലാം കർഷകർ ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്ന് കർഷകരെ പഠിപ്പിക്കുകയും അവർക്ക് പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കുകയും കേടിന് പറ്റതായ മരുന്നുകൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമുക്ക് ഈ തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്ക് ഇറങ്ങിയാലും ഒക്കെ കാണാൻ പറ്റും. കേരളത്തിൽ അതില്ല. കപ്പളം നടുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ ചെല്ലുന്ന എല്ലാ പള്ളിയിലും കുറച്ച് കപ്പളമൊക്കെ നടും. എന്നിട്ട് അതിലുണ്ടാവുന്ന കായൊക്കെ കണ്ട് ആസ്വദിക്കും. ഒരച്ഛന് 3 വർഷക്കാലം വലിയുള്ളൊരു പള്ളിയിൽ. അപ്പോൾ ഒത്തിരി വലിയ കൃഷികളൊന്നും ചെയ്ത് അതിൻ്റെ ഫലമെടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് മറ്റു കൃഷികൾ ചെയ്യുന്ന കൂട്ടത്തിൽ കപ്പളവും നടും. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആണ് മനസ്സിലാകുന്നത് ഇവിടുത്തെ കപ്പളത്തിൻ്റെ ഇല ചുരുണ്ടു പോവുകയാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടുത്തെ എല്ലാവരുടെയും കപ്പളത്തിൻ്റെ ഇലകൾ അങ്ങനെ കൂമ്പ് ചുരുണ്ടു പോകുന്നു എന്ന്. ഇത് വളരെ കേരളത്തിൽ വ്യാപകമായിട്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന്.
കൃഷി ഓഫീസിൽ നിന്നും ഏതെങ്കിലും ഒരു കൃഷി ഓഫീസർ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി അതിന് ഇന്ന മരുന്ന് പ്രയോഗം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന കേടാണ് അതിന് കാരണമെന്ന് പറഞ്ഞ് അതിനൊരു പ്രതിവിധി ഇതുവരെയും ഒരിടത്തും നിർദ്ദേശിച്ചായിട്ട് കാണുന്നില്ല. നമ്മൾ നടുന്നു, അത് കായ്ക്കാറാവുമ്പോഴോ അല്ലെങ്കിൽ കായ്ച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഇലയെല്ലാം ചുരുണ്ടുകൂടി പോകുന്നു. അതിന് നമ്മൾ പറയുന്നു അതിന് എന്നാ പറയുക, മൊസൈക്ക് രോഗം പിടിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം പറഞ്ഞ് വെട്ടിപ്പള്ളക്കളയുന്നു. ഇതിനൊക്കെ ഈ ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ അകലേക്ക് എഴുതിയാൽ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ അവിടെ കപ്പളം വ്യാപകമായിട്ട് കൃഷി ചെയ്യുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പളങ്ങ നമ്മുടെ മാർക്കറ്റിലേക്ക് വണ്ടിയൊക്കെ എരുകൾ വിടുന്ന ചെയ്യുന്ന കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ അത് ഒരു വല്ലാത്ത നാശമാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നമുക്ക് വിതയ്ക്കുന്നത്. അവരൊരിക്കലും കർഷകരല്ല, കർഷക വൃത്തി ചെയ്യാൻ അറിയാവുന്നവരല്ല, ഒരു പൂച്ചെടി പോലും നട്ട് പരിശീലനം ഉള്ളവരുമല്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾ ഇങ്ങനെ പള്ളി കേന്ദ്രീകരിച്ച് ചില പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഭാഗം ആണ് ഇൻഫാമും എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇൻഫാം കർഷകരെ സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. പക്ഷേ ഇന്ന് വേദിയിലിരിക്കുന്നതിൽ അനൂപൊഴികെ ഞങ്ങൾ രണ്ടുപേരും അച്ഛന്മാരാണ്, കർഷകരല്ല. നിങ്ങളാരെങ്കിലും ഈ വേദിയിലിരിക്കുന്ന ഒരു നല്ല കാലം ഉണ്ടാവണമെന്നാണ് എൻ്റെ താല്പര്യം. ഏതെങ്കിലും ഒരു കർഷകനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ തലപ്പത്തിരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ കുറച്ച് പേര് കർഷകരുടെ മക്കളായിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ ഉണ്ടാവാൻ വേണ്ടി നമ്മളേറെ ശ്രമിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഓറിയൻറ്റേഷൻ നമ്മൾ കൊടുക്കണം. നമ്മുടെ മക്കളാരും കർഷകരാകരുത്, അവർ നമ്മളെപ്പോലെയൊക്കെ ദരിദ്രവാസികളാവരുത് എന്ന് നമ്മൾക്ക് വിചാരിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ ആരെയും കൃഷിപ്പണി പഠിപ്പിച്ചില്ല. ഇവിടെ കർഷകരെ ചേർക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീടാന്തരമൊക്കെ കുറച്ച് കയറി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഏറ്റവും പ്രായം കുറഞ്ഞത് ജോബിയും സോണിയും ഒക്കെയാണ്. ബാക്കിയുള്ളവരെല്ലാം 70-75 വയസ്സ് പ്രായമായവരൊക്കെ അതികളൊക്കെ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പ്രായമായവരവിടെ കൃഷി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും ഇവിടെ ആരും കൃഷി മേഖലയിലില്ല. കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്കും കൂടെ വയ്യാതെയാവുമ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ ഒത്തിരി പേര് ദൂരെയുള്ളവർക്ക് വേണ്ടി നമ്മുടെ ഭൂമി പാട്ടത്തിന് കൊടുത്തു കഴിഞ്ഞു. കൃഷി നമുക്കങ്ങനെ അന്യമാവുകയാണ്. ഇത് ഈ പശ്ചാത്തലത്തിലൊക്കെ നിന്നുകൊണ്ടാണ് ഇൻഫാം നമ്മൾ ആരംഭിക്കുക. ഇൻഫാമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വടക്കമുറി അച്ഛൻ ഇവിടെ നടന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ സാഗർ പ്രസംഗം സൂചിപ്പിച്ച പോലെ ഇടവേളയിൽ അതിന് വന്നിപ്പ് വരികയും നിന്നു പോവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് ഇൻഫാമിൻ്റെ കാര്യം പറഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഉടനെ തന്നെ അവർ ആ കാര്യമൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യവും ഈ രാജമുടിയും പരിസര പ്രദേശത്തൊക്കെ ഉണ്ടായിരിക്കും. കുറേയധികം പേരിവിടെ അംഗങ്ങളായിരുന്നു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഞാനെന്നാൽ ഇൻഫാമിൽ ചേരാമെന്ന് പറഞ്ഞപ്പോൾ ആരും ഒരു എതിർപ്പൊന്നും പറഞ്ഞില്ല, അങ്ങ് ചേരുക തന്നെ ചെയ്യും. കല്ലൂരച്ഛൻ എല്ലേക്കല്ല് പള്ളിയുടെ വികാരിയച്ഛനാണ്. അച്ഛന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അച്ഛന് ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസിക്കുകയാണ്. ഇൻഫാം വളരട്ടെ എന്ന് അച്ഛൻ്റെ നേതൃത്വത്തിൽ അത് ഒത്തിരി പേരും പ്രശസ്തിയുമുള്ളൊരു പ്രസ്ഥാനമായി മാറട്ടെ എന്നും കർഷകർക്ക് ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ വിജയങ്ങളും നേരുന്നു. ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതിലൊക്കെ എപ്പോഴും മുൻനിരയിൽ വന്ന് ചേരുന്നവരാണ് നിങ്ങളൊക്കെ പറഞ്ഞാൽ പിന്മാറത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോടത് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇൻഫാമിൽ കൂടുതലായിട്ട് നിങ്ങൾ സഹകരിക്കുകയും ഇവിടെ ഒരു നല്ല കാർഷിക മേഖലയാക്കി വളർത്തുകയും കർഷകർക്ക് ഗുണകരമായ ഒത്തിരി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ഇൻഫാമിൻ്റെ ഗ്ലോബൽ ദേശീയ ഡയറക്ടറോട് ചേർന്ന് ഇവിടുത്തെ കർഷക ജില്ലാ ഡയറക്ടറോട് ചേർന്ന് നമുക്ക് പ്രവർത്തിച്ച് കൂടുതൽ ഫലം ഉണ്ടാക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഞാൻ നിർത്തുന്നു. സുരക്ഷിതവും സുസംഘടിതവുമായ ഒരു കർഷക സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുക കർഷകരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക, അതോടൊപ്പം തന്നെ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ വളരുന്ന സാഹചര്യത്തിൽ നൂതനമായ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദനക്ഷമത കൂടിയ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് ഒന്നിച്ചു നിൽക്കാനായിട്ട് കർഷകർക്ക് ഒരു വേദിയാക്കി മാറുക. പിന്നെ കർഷകരുടെ ഏത് ആവശ്യങ്ങളിലും ഒരു സംഘടനാബോധത്തോടു കൂടി നിൽക്കാനായിട്ട് ഒരുമിച്ച് നിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് ഇൻഫാമിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരും. അതിന് കർഷകരെ ഇതിനൊക്കെ നമ്മൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മാർഗങ്ങളായിട്ട് നമുക്കറിയാം. കർഷകൻ അച്ഛനൊക്കെ സൂചിപ്പിച്ചതുപോലെ പഴയ കാലം മുതൽ നമ്മൾ കർഷകരുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർ കൃഷി മേഖലയിലേക്ക് അധികം കടന്നു വരുന്നില്ല.
ഇപ്പോഴുള്ള കുറച്ചും കൂടെ അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചു വരുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രോഡക്റ്റായിട്ട് വന്നു കഴിയുമ്പോഴേ അറിയാവുള്ളൂ. ഇത് എവിടെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാർക്കും അറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാ കൃഷികളിലും പങ്കെടുക്കാറുണ്ട്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പറമ്പിലേക്ക് ഇറങ്ങുന്നു, അവധി ദിവസങ്ങളിൽ പറമ്പിൽ പണിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൃഷികളെക്കുറിച്ചും അറിയും. കന്നുകാലി കൃഷി ഉണ്ടായിരുന്നു, ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ ആ ഒരു കൃഷി മേഖലയിലേക്ക് വരുന്നുണ്ടോ? ഇല്ല. ഇതൊക്കെ നെൽകൃഷി കുട്ടികളോട് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും? ഇല്ല. അപ്പോൾ ഇതൊക്കെ കൃഷി അത് അന്യമായിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. നമുക്കറിയാം, ഈ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ തിരിച്ചുപോയി. ആ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ സ്തംഭിച്ചിരുന്നു, അല്ലേ? കൺസ്ട്രക്ഷൻ മേഖല, കൃഷി മേഖലകൾ, ഏലത്തോട്ടം കാര്യങ്ങൾ, അവിടുത്തെ പണികൾ. ഇപ്പോൾ പെരുമ്പാവൂർ വന്ന് അവരിറങ്ങുമ്പോൾ അവരെ പിടിച്ച് പറയുക, അവരെ ഡിമാൻഡിങ് 2000-2500 സാലറി വേണം, കൂലി വേണമെന്ന് പറയും. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ഇവിടെ കൃഷിപ്പണി ചെയ്യാനായിട്ടോ മറ്റ് ജോലികൾ ചെയ്യാനായിട്ടോ ആരുമില്ല എന്നുള്ളത്. കാരണം കർഷകൻ എന്ന് പറയുന്നത് അത് ഏറ്റവും താഴെയാണെന്നും അവഗണിക്കപ്പെടുന്നൊരു വിഭാഗമാണെന്നും യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാത്തവരാണെന്നും ഒക്കെ ഉള്ളൊരു ബോധ്യവും അല്ലെങ്കിൽ അത് തോന്നലൊക്കെ നമ്മുടെ ഇളം തലമുറയ്ക്ക് ഉണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പം അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷി മേഖലകളൊക്കെ മുന്നോട്ട് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ ഈ കൃഷി അത് നമുക്ക് അഭിമാനത്തിൻ്റേതാണെന്നുള്ള ഒരു അഭിമാന ബോധം നമുക്കുണ്ടാവണം. അന്നം കൊടുക്കുന്നത് നമ്മളാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. ഇല്ല, ഈ കർഷകനില്ലെങ്കിൽ ബാക്കി ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഏത് ജോലി മേഖലയിൽ ചെയ്യുന്നവരാണെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് വേണമല്ലോ. അത് കൊടുക്കുന്ന അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കർഷകരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം. ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്കൊരു 750ഓളം കുടുംബങ്ങൾ ഇപ്പോഴായിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിന് ഒരു ID കാർഡ് എന്ന നിലയിലാണ് നമ്മൾ കൊടുക്കുക. 750ഓളം കുടുംബങ്ങളിപ്പോൾ ഇടുക്കി രൂപത്തിലായിട്ടുണ്ട്. 20ഓളം പള്ളികളിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ID കാർഡൊക്കെ അടിച്ച് റെഡി ആയിട്ടുണ്ട്, അംഗത്വം എടുത്തിട്ടുണ്ട്. യൂണിറ്റ് തലത്തിൽ പോയി ഉദ്ഘാടനം ചെയ്യാനോ അല്ലെങ്കിൽ യൂണിറ്റ് ഭാരവാഹികൾക്ക് ID കാർഡ് കൊടുക്കാനോ സാധിച്ചില്ല. ഇതിപ്പോൾ 3ാമത്തെ പള്ളിയാണ്. എനിക്കൊരു പള്ളി കൂടിയുണ്ട്, എല്ലക്കല്ല് പള്ളിയുടെ വികാരിയായിട്ട് കൂടി ഇപ്പോഴുണ്ട്, ചാർജുണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തി വരുന്നതേ ഉള്ളൂ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇൻഫാമിൻ്റെ നാഷണൽ അസംബ്ലി ഉണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ വെച്ചായിരുന്നു. ആ അസംബ്ലിയിൽ വെച്ച് ഇടുക്കി രൂപതയുടെ അംഗത്വ വിതരണം ഔദ്യോഗികമായിട്ട് നമ്മൾ തുടങ്ങി. അതോടൊപ്പം തന്നെ അന്ന് വരെ ഇന്നെടുത്തിരുന്ന എല്ലാവർക്കും ഒരു മാവും തെയ്യും പച്ചക്കറി വിത്തുകളും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ അത് നൽകുന്നതായിരിക്കും. മുന്നോട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പരമാവധി എല്ലാ രീതിയിലും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് അത് കർഷകരുടെ ഇപ്പോൾ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ, അതനുസരിച്ചുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, അതോടെ തന്നെ വളങ്ങൾ, കാര്യങ്ങളൊക്കെ സബ്സിഡി നിരക്കിൽ നൽകാൻ പറ്റുമെങ്കിൽ അതൊക്കെ. ഇവിടുത്തെ ആദ്യത്തെ അംഗമാണ്. ഇനി പൊതിഞ്ഞിട്ടില്ല. ഇത് വെട്ടിച്ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്ത മാമ്പഴയാണ്. അപ്പോൾ നട്ടിട്ട് ധാരാളം മാങ്ങാപ്പഴം തിന്നാനിടയാവും. വീട്ടിൽ മാങ്ങയുണ്ട് അല്ലേ? ഇത് അടുത്തിട്ടുണ്ട്. അത് ഏറ്റവും ഡിഫറൻറ്റ്. പക്ഷേ ഈ മുരിങ്ങ നട്ടാൽ പിന്നെ വലിയ കാലതാമസമില്ലാതെ കായ്ക്കും. വലിയ കമ്പായിട്ടൊന്നും വളരുന്നതിന് മുമ്പ് പൂവിടുകയൊക്കെ ചെയ്യും. നമുക്ക് അറിയാം, ഒത്തിരി വെള്ളം വേണ്ടാത്തൊരു ചെടി തന്നെയാണ് മുരിങ്ങയും. നമ്മളിന്നിവിടെ ഒരു യൂണിറ്റ് ഇൻഫാമിൻ്റെ രൂപീകരിച്ചിരിക്കുകയാണ്. ശരിക്കും വടക്കേമുറി അച്ഛൻ ഇൻഫാം ആരംഭിച്ച കാലം ഞാനൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്ത് ജീവിക്കുന്ന കാലമാണെങ്കിലും അന്നും ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. വളരെ വേഗത്തിൽ കുതിച്ചുയർന്ന് അതുപോലെ താഴ്ന്നുപോയ ഒരു പ്രസ്ഥാനമായിരുന്നു അന്നത്. ഇവിടുന്ന് ലോഡ് കണക്കിന് സാധനങ്ങൾ കയറ്റി പോവുകയും
അച്ഛൻ്റെ നിർദ്ദേശാനുസരണം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വീണ്ടും അത് ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട്, അന്ന് അതിന് ഒരു ഒരു കോർഡിനേഷൻ ഇല്ലായിരുന്നു. നേതൃത്വം നൽകാൻ അച്ഛനും പിന്നെ കുറച്ച് ആൾക്കാരും, പക്ഷേ അത് ഇതുപോലെ ഒരു സംഘടനാ രൂപത്തിൽ കൊണ്ടുവന്നിരുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പരാജയം വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നിപ്പം അതല്ല, രൂപതാ തലങ്ങളിൽ, ഇടവക തലങ്ങളിൽ, പിന്നെ ഇവിടെ ജില്ലാ തലങ്ങളിലും ഒക്കെ ഇത് രൂപീകരിച്ചു വരുന്നതിനാൽ ഇതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഈ യൂണിറ്റിൽ തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള 5 കർഷകരെ ഇതിൻ്റെ ലീഡേഴ്സായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ മിടുക്കന്മാരല്ലെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും മിടുക്കന്മാരാണ്. പിന്നെ അതിനെ തയ്യാറായിട്ട് മുന്നോട്ട് വരണം, അതാണ് വേണ്ടത്. നമ്മളൊരു സ്ഥാനം ഏൽക്കുമ്പോൾ പുറകോട്ട് നിൽക്കരുത്, അത് വില്ലിങ്ങായിട്ട് തന്നെ വരിക. എന്നതാണെങ്കിലും നമ്മുടെ ഈ ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാകട്ടെ. ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഇടവക തലത്തിലും രൂപതാ തലത്തിലും നമുക്കുണ്ടാകും. പിന്നെ നമ്മുടെ ഡയറക്ടർ അച്ഛൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഏത് കാര്യത്തിനും എപ്പോഴും സംശയങ്ങൾ ചോദിച്ചെന്നാലും നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടാതെ അനൂപ് നമ്മുടെ ഇടവകക്കാരനാണ്, കാഞ്ഞിരപ്പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അനൂപ് നമ്മുടെ ഇടവകയിൽപ്പെട്ട ആളുമാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വളരെയേറെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരെണ്ണം ഫോം ചെയ്ത് ഒരു അനൂപിൻ്റെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി എല്ലാവരെയും ക്രോഡീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഡയറക്ടർ അച്ഛനാണ്, വളരെ അകലം എല്ലക്കല്ല് ഇടവക വികാരി അച്ഛനാണ്, ജോൺ കല്ലൂരച്ഛൻ. അച്ഛൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അച്ഛൻ തന്നെയാണോ വന്നത്? ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ അച്ഛൻ അവിടുന്ന് യാത്ര ചെയ്ത് വാഹനം ഓടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹവും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇങ്ങനെയുള്ള എല്ലാ ഇടവകളിലും പോയി ഇങ്ങനെ ഒരു യൂണിറ്റ് സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെയും ഈ ഇടവകയുടെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. പിന്നെ നമുക്ക് എല്ലാം വേണ്ടപ്പെട്ട അനൂപ് പുന്നക്കുഴി അവറുകൾ ഇതിന് നേതൃത്വം നൽകി ഓരോ വീടുകളിലും ചെന്ന് ഓരോരുത്തരെയും കണ്ടെത്തി. എനിക്കറിയാം, ഇതിലൂടെ അപ്പനും മകനും കൂടെ പോകുന്ന പോക്ക് ഞാൻ കാണുന്നുണ്ട്. വണ്ടിയിൽ പലരുടെയും വീടുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇതിനൊരു ശക്തി ഉണ്ടാക്കി തന്ന 2 വ്യക്തികളാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറും. അപ്പം ഇതിന് നേതൃത്വം നൽകിയ ശ്രീ അനൂപിനും ഈ മീറ്റിങ്ങിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് വന്ന് വന്നെത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതോ അടിപൊളി മാവുന്ന ചെയ്യാണല്ലോ. ഫോട്ടോ വന്നതിനേക്കാൾ അടിപൊളി സാധനമാണ്.